മർക്കോസിന്റെ സുവിശേഷം ആധാരമാക്കിയുള്ള ഈ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. मरकुस के सुसमाचार के आधार पर वचन की जो अध्ययन है इसमें आप सबका स्वागत है. ഇന്ന് മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. आज हम मरकुस के सुसमाचार उसके 9वें अध्याय में हम अपना ध्यान लगाएंगे. ഈ സുവിശേഷത്തിന് 16 അധ്യായങ്ങളാണുള്ളത്. ये जो सुसमाचार है इसमें 16 अध्याय हैं. മർക്കോസ് ഈ സുവിശേഷം എഴുതിയപ്പോൾ അന്ന് അധ്യായങ്ങളോ വാക്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. जब मरकुस ने इस सुसमाचार को लिखा तब ऐसे अध्याय या वचन ऐसे नहीं था. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെയുള്ള അധ്യായങ്ങൾ വാക്യങ്ങൾ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായത്. इसके लिखने के बहुत साल के बाद में ये जो सुसमाचार है उसको अध्यायों में वचनों एक वचनों में बांटा गया. അതിനാൽ 8-ാമത്തെ അധ്യായത്തിലെ സംഭവം അവസാനിക്കുമ്പോൾ അവിടെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മധ്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം, ശിഷ്യന്മാർക്ക് യേശു ആരാണെന്ന് വെളിപ്പെട്ട് കിട്ടി. യേശു ക്രിസ്തു ആണ് എന്ന് വെളിപ്പെട്ട് കിട്ടി. और 8वें अध्याय में यीशु मसीह के किया हुआ एक अचंका काम से अपने चेलों को ये समझ में आ गया कि यीशु मसीह कौन है. അതൊരു വലിയ വെളിപ്പാടാണ്. ആ വെളിപ്പാട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മശിഹയാണ് എന്ന് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അവരുടെ ചിന്താരീതിയിൽ വ്യത്യസ്തമാകുന്ന ചിന്തകൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. खासकर यहूदियों को, यहूदी जो जन है उनको ये समझ में आता है कि ये मसीहा है, तो उनके पूरे सोच में, उनके पूरे कार्यों में बहुत बड़ा बदलाव आ जाता है. കാരണം ആയിരം വർഷങ്ങളായിട്ട് അവര് മശിഹയാണ് കാത്തിരിക്കുന്നത്. क्योंकि वो हजार सालों से मसीहा के इंतजार में है. ഇവരോരോ രാജ്യങ്ങളുടെ കീഴിൽ അടിമകളായിട്ട് പോവുകയാണ്. യേശു ശുശ്രൂഷിക്കുന്ന ആ സമയത്ത് ഇവർ റോമാക്കാരുടെ അടിമകളാണ്. क्योंकि कई सालों से ये अलग अलग राजाओं के अधीन में रहते हैं और यीशु मसीह जब आया वो समय भी वो रोमियो के अधीन में था. ഒരു നിലനിൽക്കുന്ന സ്വാതന്ത്ര്യം പ്രതീക്ഷിക്കുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മശിഹ എന്ന് കേൾക്കുമ്പോൾ, മശിഹ അവരെ ലിബറേറ്റ് ചെയ്യുന്ന, അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന അവരുടെ നായകനാണ്, അവരുടെ രാജാവാണ്, അവരുടെ നേതാവാണ്, അവരുടെ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്ന ആ നായകനാകുന്ന മശിഹ എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന താല്പര്യങ്ങൾ വ്യത്യസ്തമാകുന്ന താല്പര്യങ്ങളാണ്. അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, സൈനിക താല്പര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. क्योंकि ये जो यहूदी लोग हैं बहुत साल से अन्य राजाओं के अधीन में थे. जब वो मसीहा सुनते हैं तो उनके मन में ये विचार आता है कि मसीहा उन्हें स्वतंत्र करेगा और वो स्वतंत्रता बना रहेगा. और वो स्वतंत्रता में उनकी बहुत सोच राष्ट्रनीतिक रीति में वो सोचते हैं, धार्मिक रीति में वो सोचते हैं कि वो स्वतंत्र बने रहे. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പത്രോസ് യേശുവിൻ്റെ ക്രൂശീകരണത്തെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പത്രോസിന് രോക്ഷമായി. പത്രോസ് യേശുവിനെ മാറ്റി കൊണ്ടുപോയിട്ട് പത്രോസിനോട് പറയുകയാണ്, അങ്ങക്ക് ഇത് സംഭവിക്കരുത്. इसलिए जब पत्रोस ने सुना कि यीशु मसीह ने जब कहा कि यीशु को कष्ट उठाना है, क्रूस उठाना है, तब पत्रोस तो सह नहीं सका. उसको एकदम गुस्सा आ गया और वो यीशु को अलग ले जाकर कहा कि यीशु आपके साथ ऐसा नहीं होना है, आपको दुख नहीं उठाना है. ഇന്ന് നാം ഈ ചിന്തകളൊക്കെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചിന്താരീതികൾ വളരെ വ്യത്യസ്തമാണ്. അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവരാജ്യമെന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരുന്നു. हमारी जो आज की परिस्थिति है ये बहुत ही अलग है. लेकिन उस समय जब वो परमेश्वर के राज ऐसे सुनते हैं तो उनकी जो चिंतागति अभी के हमारे चिंतागति से बहुत ही अलग था. നമ്മൾ ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് ബൈബിളുണ്ട്, നമുക്കറിയാം ഇത് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്ന ആ സ്വർഗീയമാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് എന്ന് സ്പഷ്ടമായിട്ട് നമുക്കറിയാം.
क्योंकि हमारे पास आज बाइबल है और बाइबल पढ़ने से हमें समझ में आता है कि यीशु मसीह के द्वारा ये परमेश्वर का राज्य संभव है। പത്രോസ് ദൈവരാജ്യമെന്ന് കേൾക്കുമ്പോൾ, മശിഹ എന്ന് കേൾക്കുമ്പോൾ പത്രോസിന്റെ ഹൃദയത്തിൽ ഒരു ഭൗമിക രാജ്യത്തെക്കുറിച്ചും ഒരു ഭൗമിക നേതാവിനെ കുറിച്ചുമുള്ള ചിന്തയാണ് വരുവാൻ സാധ്യത കൂടുതൽ. लेकिन जब पतरस परमेश्वर का राज्य सुनता है तो उसके अंदर सबसे पहला ये ध्यान आता है कि एक राष्ट्रीय राज्य, एक राष्ट्रीय राजा, ऐसे सोच उसके मन में फट से आता है. അതിന് നല്ലൊരു തെളിവാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, ഈ കാലത്തിലോ ഇസ്രായേലിന് അങ്ങ് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ശേഷം ശിഷ്യന്മാർ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഭാഗികമായിട്ട് മാത്രമേ വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ എന്ന് സ്പഷ്ടം. इसको हम प्रेरितों के काम उसके पहले अध्याय में देख सकते हैं, जब चेले यीशु मसीह के पास, यीशु मसीह के पुनरुत्थान के बाद चेले आकर पूछता है कि क्या आप अब इज़राइल के राज्य का पुनरुत्थान करोगे? അപ്പോൾ വളരെ വ്യക്തമാകുന്നു അവർക്ക് ഭാഗികമായിട്ട് മാത്രമേ ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലായിട്ടുള്ളൂ. इससे हम समझ सकते हैं कि चेलों को परमेश्वर का राज्य जो है, उसकी जो सच्चाई है, उसका क्या अर्थ है, वो आधा ही समझ में आया है. പത്രോസ് അതുകൊണ്ടാണ് യേശുവിനോട് പറഞ്ഞത്, അങ്ങക്ക് ക്രൂശീകരണമൊന്നും സംഭവിക്കരുത്, അങ്ങ് പീഡിപ്പിക്കപ്പെടരുത് എന്ന് പത്രോസ് പറയുന്നു. എന്നാൽ യേശു ഉടൻ തന്നെ സാത്താനേ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞ് പത്രോസിനെ ശാസിച്ചു. इसलिए पतरस आकर यीशु से कहता है कि यीशु मसीह कभी आपको दुख नहीं सहना है, क्रूसीकरण में नहीं जाना है, लेकिन यीशु मसीह उसी समय डांटता है कि हे शैतान मेरे पास से दूर हो जा. അതിനുശേഷം ദൈവരാജ്യ സംബന്ധമാകുന്ന ചില വളരെ ഗൗരവമേറിയ ചിന്തകൾ യേശു തന്റെ ശിഷ്യന്മാരുമായി പങ്കുവച്ചു. और उसके बाद परमेश्वर के राज्य में वह बहुमूल्य जो बातें हैं, सच्चाई है, उसको यीशु मसीह ने चेलों को सिखाया. ഈ കാര്യങ്ങൾക്ക് ഒരു തെളിവ് കൂടെ കൊടുക്കുവാൻ വേണ്ടിയാണ് 9-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ദൈവരാജ്യം ശക്തിയോട് വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. इसको बोलने के बाद यीशु मसीह इसको स्थापित करने के लिए 9वें अध्याय का पहले पद में कहता है, यीशु मसीह कहा कि मैं तुमसे सच कहता हूं, यहाँ जो खड़े हैं उनमें से कुछ लोग मृत्यु का सद्भाव से उससे पहले परमेश्वर के राज्य को सामर्थ से ही आते हुए देखेंगे. യേശു ഇവർക്കൊരു തെളിവ് കൂടെ കൊടുക്കാൻ പോകുകയാണ്. ഇവര് മശിഹ എന്നുള്ള ആ വെളിപ്പാട് സ്വീകരിച്ചു എങ്കിലും ഇപ്പോഴും അവർക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യമാകാത്തതിനാൽ അവിടുന്ന് ആരാകുന്നു എന്ന് ഇവരിൽ ചിലർക്ക് വ്യക്തമായ ഒരു തെളിവ് കൊടുക്കുവാൻ വേണ്ടി കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവാൻ പോകുന്നു. यीशु मसीह इन चेलों को ये परमेश्वर का राज्य का अर्थ क्या है उसके सही रीति में समझाते हुए कहता है कि तुम में से कुछ लोग हैं जो परमेश्वर के राज्य को सामर्थ्य से आते हुए देखोगे. ഇത് പറഞ്ഞതിന് ശേഷം 6 ദിവസം കഴിഞ്ഞപ്പോൾ, ये बोलने के बाद 6 दिन के बाद, അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് 1-ാമത്തെ വാക്യത്തിലെ കർത്താവ് ഇത് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ദൈവരാജ്യം ശക്തിയോട് വരുന്നത് കാണുവാൻ പോകുന്നു. ये साफ रीति से लिखा है चेलों से कि तुम लोग परमेश्वर के राज्य सामर्थ्य से आने वाले देखोगे. എന്നെ കുറിച്ചുള്ള ഒരു വ്യക്തമാകുന്ന വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു. मेरे बारे में साफ तरीके से जो प्रकाशन तुम्हें मिलने जा रहा है. ഇത് കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞപ്പോൾ, इसके बाद 6 दिन के बाद പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും 3 പേരെ, ഈ 3 പേര് ഇന്നർ സർക്കിൾ, യേശുക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത സർക്കിൾ, ഇന്നർ സർക്കിളിൽ പെട്ടവർ എന്ന് നമുക്ക് മനസ്സിലാകുന്നു. 6 दिन के बाद पतरस, याकूब और यूहन्ना, हम समझ सकते हैं कि ये 3 लोग यीशु के करीब रहने वाले थे, करीबी में वो जो इनर सर्कल में थे. 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. 12 चेले थे. അവരിൽ ഈ 3 പേർ യേശുവിനോട് അടുത്ത ബന്ധം സ്ഥാപിച്ചവരാണ്. उनमें से ये 3
यीशु मसीह के करीबी रिश्ता रखने वाला। 12 കഴിയുമ്പോൾ 70 ശിഷ്യന്മാരുണ്ടായിരുന്നു. और 12 चेलों के बाद 70 चेले दूसरे भी थे. അങ്ങനെ ഒരു വലിയ സംഘം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ऐसा एक बड़ा झुंड यीशु के साथ था. എന്നാൽ യേശുവിനോട് ഏറ്റവും അടുത്ത് സഹകരിച്ച പ്രവർത്തിച്ച പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. लेकिन यीशु के बहुत करीब सेवकाई करने वाले 3 लोग थे, पत्रोस, यूहन्ना और याकूब. യായിറോസിന്റെ വീട്ടിലും യായിറോസിന്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി യേശു ഇവരെ 3 പേരെയാണ് കൂടെ കൊണ്ടുപോകുന്നത്. और याइरोस के घर में भी जब जाता है, हम देखते हैं कि इन तीनों को लेकर वो जो बच्ची जो मरी हुई थी उसके मृत्यु में से उसको जी उठाने के लिए ले जाता है. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ യേശു ഈ 3 പേരെയും തന്റെ കൂടെ ആമേനെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ऐसे मुख्य बातें जहां भी होता है हम देख सकते कि इन तीनों को लेकर यीशु जाता है. ഇവിടെയും ഈ മലയുടെ മുകളിലേക്ക് ഇവരെ 3 പേരെയുമാണ് കൊണ്ടുപോകുന്നത്. और यहाँ भी वो पर्वत के ऊपर इन तीनों को लेकर जाता है. ഈ മല ഇത് മൗണ്ട് ഹെർമോൻ, ഗലീല ഭാഗത്ത് അതിന്റെ വടക്ക് ഭാഗത്തായിട്ട് മൗണ്ട് ഹെർമോൻ ആകുന്നുവല്ലോ. മൗണ്ട് ഹെർമോന്റെ ചില ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന പർവ്വതങ്ങളാണ്. 9000 ഫീറ്റ് വരെ ഉയർച്ചയുള്ള ഉയരമുള്ള ഭാഗങ്ങളുണ്ട് മൗണ്ട് ഹെർമോന്. और ये जो पहाड़ जिस पर ये लोग गए तो वो माउंट हर्मोन था. और ये बहुत ही उसकी जो कई चोटियां होती है, बहुत ऊंचा होता है, 9000 फीट तक ऊंचा होता है. कुछ അതിൽ ഉള്ള ഒരു പർവ്വതത്തിലായിരിക്കാം, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുന്നിലേക്കായിരിക്കാം യേശു ഇവരെ 3 പേരെയും കൂടെ കൊണ്ടുപോകുന്നത്. उसका किसी भाग में हो सकता है. यीशु मसीह इन तीनों को लेकर जाता है. ഇന്ന് നമ്മൾ ഇസ്രായേലിൽ പോകുകയാണെങ്കിൽ അവര് നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്ന മൗണ്ട് ഹെർമോൻ എന്ന് പറയുന്ന ഒരു മലയുണ്ട്. അത് ഏതാണ്ട് അതുപോലൊക്കെ യേശു പോയ മലയാകുവാൻ സാധ്യതയുണ്ടാവാം, കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാൽ മൗണ്ട് ഹെർമോന്റെ ഭാഗമാകുന്ന ഒരു മലയുടെ മുകളിലേക്ക് ഇവരെ 3 പേരെയും കൂടെ യേശു കൊണ്ടുപോകുകയാണ്. लेकिन ये माउंट अगर अभी हम इस्राएल जाते हैं तो उन लोग हमें माउंट हर्मोन बोलकर एक पहाड़ पर लेकर जाता है. हो सकता है कि उसी प्रकार की कोई पहाड़ हो, तो यीशु मसीह इनको लेकर माउंट हर्मोन में लेकर जाता है. ഇത് ഈ 2 ശിഷ്യന്മാരെയും യോഹന്നാനെയും പത്രോസിനെയും വളരെ സ്വാധീനിച്ചു എന്ന് അവരുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. और ये जो प्रकाशन है, ये जो पहाड़ पे जाते हैं, ये पत्रोस और यूहन्ना को बहुत ही स्पर्श किया. बाद में वो लोग जब लेखन लिखते हैं उससे हम समझ सकते हैं. യാക്കോബ് ആരംഭത്തിൽ തന്നെ, ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കൊല്ലപ്പെട്ടു പോയി. याकूब जो है सेवकाई के पहले में ही उसको लोगों ने मार डाला. വളരെ വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തില് യോഹന്നാൻ ഇങ്ങനെ എഴുതുകയാണ്: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ്, നോക്കുക, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് അവിടെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. और यूहन्ना जब बहुत सालों के बाद सुसमाचार को लिखता है तो साफ तरीके से यूहन्ना 1 का उसके 14 पद में लिखा है: और वचन जो अनुग्रह और सच्चाई से परिपूर्ण था, देहधारी होकर हमारे बीच में निवास किया और हमने उसकी महिमा देखी है. ഞങ്ങൾ കണ്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. वहां पे लिखा है कि हमने उसकी महिमा देखी है. അത് ഈ ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടിൽ നടന്ന കാര്യമല്ലേ യോഹന്നാൻ അവിടെ എഴുതുന്നത്? और ये जो रूपांतर पहाड़ पर जो बात हुआ है, इसके बारे में वहां लिखा है. പത്രോസ് അത് എഴുതുന്നത് കാണുവാൻ കഴിയുന്നു. 2 പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്: ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്നു വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോട് കൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. ആ സംഭവം കൃത്യമായിട്ട് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
और यहाँ पे हम पत्रुस के दूसरे अध्याय में भी देख सकते हैं, जहाँ पे पत्रुस से साफ तरीके से लिखा है कि हमने यीशु की महिमा को उस रूपांतर पहाड़ पर देखा है कि वो सच्चाई में कौन है। ആമേൻ. 2 പത്രോസ് അതിന്റെ 1-ാമത്തെ അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. 2 പത്രോസ് दूसरा पत्रुस उसका 1-ാം അധ്യായം पहला अध्याय उसके 16 से लेकर हम नीचे देख सकते हैं इन वचनों को। ആമേൻ. നിങ്ങൾക്ക് ഹിന്ദിയിലുള്ളവർക്ക് അത് വായിക്കാം. അപ്പോൾ പത്രോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ആമേൻ. ഈ പർവ്വതത്തിന്റെ മുകളിൽ നടന്ന സംഭവമാണ് പത്രോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്നത് ഈ 2 അപ്പോസ്തലന്മാരെയും ഈ സംഭവം വളരെ ആഴത്തിൽ സ്പർശിച്ചു. तो आप इसको वचन को पढ़ सकते हैं। दूसरा पत्रोस उसका पहला अध्याय 16 से लेकर जो वचन है उसमें साफ तरीके से पत्रोस जो लिखा है कि हमने उसकी महिमा को देखा है। इससे हम समझ सकते हैं कि रूपांतर के पहाड़ में जो कार्य हुआ ये पत्रोस के जीवन में बहुत बड़ा एक छाप को लाया है। ഇവിടെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസും യോഹന്നാനും യേശുവിന്റെ കൂടെ 3.5 വർഷവും ഉണ്ടായിരുന്നു. യേശുവിന്റെ എല്ലാ സംഭവങ്ങളിലും യേശുവിന്റെ എല്ലാ ശുശ്രൂഷയുടെ ഭാഗങ്ങളിലും അവര് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. मैं आप जो मेरे आवाज को सुनते हैं, खासकर सेवकाई करने वाले जो लोग हैं, आपसे मैं एक गहरी बात को कहना चाहता हूँ। आप जानते हैं कि यीशु मसीह के साथ पतरस और यूहन्ना पूरे 3.5 साल उनके साथ थे। यीशु मसीह ने जो जो चमत्कार किया, जो जो चंगाई किया, पूरा उन्होंने देखा था। എന്നാൽ തേജസ്സിന്റെ ഒരു എൻകൗണ്ടർ ഉണ്ടായത് അവരുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചു. നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരിത് മറന്നിട്ടില്ല. അവര് അത് വീണ്ടും ആവർത്തിക്കുകയാണ്. അതും അവരെഴുതിയ പ്രധാനപ്പെട്ട ലേഖനങ്ങളിലും സുവിശേഷത്തിലും അതവർ ആവർത്തിക്കുകയാണ്. लेकिन महिमा का जो प्रकटीकरण उनके जीवन में जो उन्होंने देखा था, उनके जीवन को कितना स्पर्श किया है, बहुत साल के बाद भी वो जब लेखन लिखते हैं तो इसके बारे में लिखा गया है। നിങ്ങൾക്കൊരു തേജസ്സിന്റെ എൻകൗണ്ടർ ഉണ്ടാകണമെന്ന് ആഗ്രഹം ഉണ്ടാകാറുണ്ടോ? क्या आपको ऐसी इच्छा है कि आपके जीवन में भी यीशु की उस महिमा से एक एनकाउंटर हो? അങ്ങനെ ഉണ്ടാകണം. ऐसा होना है। പത്രോസിനും യോഹന്നാനും യാക്കോബിനും ആ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിൽ ഉണ്ടായ അനുഭവം അവരെ സ്വാധീനിച്ചുവെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി യേശുവിൽ നിന്ന് ആഗ്രഹിക്കണം. കർത്താവേ, ആമേൻ, എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്ന ഒരു കൂട്ടിമുട്ടൽ, ഒരു എൻകൗണ്ടർ, ഗ്ലോറിയുടെ ഒരു എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം, ആവശ്യപ്പെടണം, കർത്താവിൽ ആഗ്രഹിക്കണം. तो आपके अंदर ऐसे एक इच्छा होना है, आप ऐसे प्रार्थना करना है कि यीशु मसीह मुझे भी आपकी महिमा की जो एनकाउंटर है मेरे जीवन में भी दीजिए। उसके लिए मुझे बहुत बड़ी एक इच्छा है। मैं चाहता हूं कि प्रभु आपकी महिमा को मैं देख सकूं। ഞങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുന്ന ചില ആശയങ്ങളുടെ പിന്നിൽ ഞങ്ങൾ അനുഭവിച്ച ചില അനുഭവങ്ങളുണ്ട്, മറക്കാനാവാത്ത ചില അനുഭവങ്ങളുണ്ട്. ആമേൻ. ഈ തലമുറയിലുള്ളവരെയും ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ്, നിങ്ങൾക്കും ഒരു മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ ഉണ്ടാകട്ടെ. തേജസ്സിന്റെ ഒരു പർവ്വതത്തിലേക്ക് യേശു നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകട്ടെ. वो हमारी प्रचार की रीति, हमारी प्रचार जो हम जो बांटते हैं, जो बातें हमें जो प्रभु ने दिया है, हमारे वो अनुभव से हम आपको बांट सकते हैं। उस जो रूपांतर की जो पहाड़ की नाइक हमारे जीवन में जो डिवाइन एनकाउंटर हुआ उससे 12 അപ്പോസ്തലന്മാർക്കും അത് ഉണ്ടാകണമെന്നില്ല. ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന, ക്രിസ്തുവിന്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന 3 അപ്പോസ്തലന്മാർക്കാണ് അതുണ്ടായത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഈ തലമുറയിൽ എല്ലാവർക്കും അത് ഉണ്ടാകണമെന്നില്ല. എന്നാൽ നീ യേശുവിന്റെ ഹൃദയത്തോട് പറ്റി നിൽക്കുന്ന, അവിടുത്തെ ആ പ്രവൃത്തികളോട്, അവിടുത്തെ ആ സാന്നിധ്യത്തോട് പറ്റി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അതുണ്ടാകട്ടെ. 12 सब चेलों को या 12 चेलों सबको नहीं हुआ, उसमें से बस 3 को ही हुआ जो यीशु के हृदय के करीब था। यीशु के हृदय के जो करीब है, उनके से इच्छा जो रखता है, उसके जीवन में ये हो सकता है। अगर आप भी यीशु के हृदय के करीब रहते हैं तो आपके जीवन में भी ये संभव है। ദൈവത്താൽ പ്രയോജനപ്പെട്ട എല്ലാവരുടെയും ചരിത്രം നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിക്കുക. മോശ തുടങ്ങിയുള്ളവരുടെ എല്ലാം
ചരിത്രം ശ്രദ്ധിക്കുക. അവർക്ക് എല്ലാവർക്കും ഇതേപോലെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്ന ഒരു എൻകൗണ്ടർ ഉണ്ട്. आप बाइबल में ही देखिए जिन जिन को परमेश्वर ने इस्तेमाल किया, उदाहरण के लिए मूसा के जीवन से लेकर देखेंगे, उन सब के जीवन में उनके जीवन को बदलने वाला एक डिवाइन एनकाउंटर उनके जीवन में हुआ है. മോശയുടെ ജീവിതം മാറ്റി മറിച്ചത് ഹോരേബിൽ പർവ്വതത്തിന്റെ മുകളിൽ മുൾപടർപ്പിൽ അഗ്നി കത്തുന്ന ആ സംഭവമല്ലേ? मूसा के जीवन को पूरा बदल दिया. होरेब में वो जलते हुए झाड़ी को जो देखा, वो दर्शन उसके जीवन को बदल दिया. 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്നു. കാര്യമായിട്ട് പല കാര്യങ്ങൾ സംഭവിച്ചു എങ്കിൽ പോലും അതൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തെ അട്ടിമറിക്കുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും അല്ലായിരുന്നു. 40 साल वो फरहो के राजमहल में था, लेकिन वहां की बातें उसके जीवन में कोई बदलावट, रूपांतर उसके जीवन में नहीं आया. നിശ്ചയമായിട്ടും അതൊരു നീണ്ട യാത്രയുടെ ഭാഗമാണ്. അതെല്ലാം സംഭവിച്ചേ മതിയാകുകയുള്ളൂ. എന്നാൽ ഞാൻ പറയുന്നത് ആ ഹോരേബിൽ സംഭവിച്ച ആ ഒരു സംഭവം, അഗ്നിജ്വാല മുൾപടർപ്പിൽ കത്തുന്ന ഒരു സംഭവം മോശയുടെ ജീവിതത്തെ ആകമാനം മാറ്റി മറിച്ചു കളഞ്ഞു. मैं समझता हूँ कि ये जो था मूसा के जीवन में वो एक यात्रा के समान था, बहुत एक लंबी समय था, लेकिन ये होरेब के पर्वत पर जलती हुई झाड़ी को जो देखा, उसके पूरे सोच विचार, उसके जीवन की जो शैली सबको बदल दिया. ഈ ദിവസങ്ങളിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നിങ്ങൾക്ക് ആമേൻ ഒരു മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിലേക്ക് യേശുവിനോടുകൂടെ തേജസ്സിന്റെ ഒരു പർവ്വതത്തിലേക്ക് കയറിപ്പോകുവാൻ അവിടുന്ന് നിങ്ങൾക്ക് അവസരം നൽകി തരട്ടെ. आपके जीवन में भी होने पाए कि रूपांतर की पहाड़ की वहां पे जिस प्रकार से यीशु मसीह की महिमा अपने चेलों पर प्रकट हुआ, उसी प्रकार आपके जीवन में भी यीशु की महिमा को आप देख सके, ऐसा समय आपके जीवन में इन दिनों में आए. ഇവർ മൂവരും യേശുവിനോട് കൂടെ ആ പർവ്വതത്തിന്റെ മുകളിലായിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. और हम देख सकते हैं कि जब यीशु मसीह जब रूपांतर के पहाड़ पे हुआ, तो उसका वस्त्र इतना चमक कर श्वेत हो गया कि पृथ्वी की कोई धोबी श्वेत नहीं कर सकता था. ദൈവത്തിന്റെ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ അത് അക്ഷരങ്ങളായിട്ട് എഴുതുവാൻ വേണ്ടി മർക്കോസ് നടത്തുന്ന ഒരു ശ്രമമാണ്, ശിഷ്യന്മാർ നടത്തുന്ന ഒരു ശ്രമമാണ്. जब परमेश्वर की महिमा को उन्होंने देखा, तो वो अक्षर में लिखने की कोशिश में है जो यहाँ पे लिखा है. അക്ഷരങ്ങളിൽ കൊള്ളിക്കാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന്റെ ഭാഷയിൽ, അല്ലെങ്കിൽ പത്രോസും യോഹന്നാനും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് മർക്കോസ് എഴുതുകയാണ് അവരുടെ ഭാഷയിൽ, ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം. അവർക്ക് അത്ര എഴുതാനൊക്കത്തുള്ളൂ. എന്നാൽ അതിലെല്ലാം അപ്പുറമല്ലേ ഒരു ഭാഷയ്ക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിന്റെ അപ്പുറമാകുന്നു ദൈവത്തിന്റെ തേജസ്. जो पत्रोस यूहन्ना जो अनुभव किया, शायद वो सुनकर मरकुस यहाँ पे लिखता है, लेकिन उसको किस प्रकार से उसका वर्णन करना है, किस प्रकार से उसको अक्षर में लिखना है, वो उसका परिश्रम करता है और कहता है कि धरती पर भी कोई ऐसा धोबी ऐसे श्वेत कर कर कपड़ा को धो नहीं सकता. അവിടുന്ന് ആരാകുന്നു എന്ന് അവിടുത്തെ ശിഷ്യന്മാർക്ക് ചില നിമിഷങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയാണ്. वो कौन है कर कर कुछ क्षण के लिए अपने चेलों के सामने प्रकट होता है. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ സംഭവമാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇത് വായിക്കുമ്പോൾ നമ്മൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട സംഭവമായിട്ട് കാണുന്നു. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ഒരു കാര്യമാണ് ഈ പർവ്വതത്തിന്റെ മുകളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. मेरे प्रियो, हम जानते हैं कि बहुत ही एक प्रमुख बात घटना यहाँ पे हो रहा है. तो यहाँ पर जो संभव होता है वो यीशु मसीह की सेवकाई में एक बड़ी प्रकटीकरण है. അവിടെ മറ്റൊരു സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവന്റെ മുഖം ഓൾട്ടേർഡ് ആയി, മുഖത്തിന്റെ ഭാവത്തിന് തന്നെ, മുഖത്തിന്റെ ആ ഓൾട്ടറേഷൻ, മുഖത്തിന്റെ ആ രൂപത്തിന് തന്നെ മാറ്റം സംഭവിക്കുന്ന നിലയിലുള്ള തേജസ്സാണ്. പുത്രനിലുള്ള തേജസ്, തൃത്വത്തിൽ രണ്ടാമനാകുന്ന ദൈവത്തിലുള്ള തേജസ്സാണ് ആ പർവ്വതത്തിന്റെ മുകളിൽ വെളിപ്പെടുന്നത്. और दूसरे एक सुसमाचार में ऐसा लिखा है कि यीशु मसीह का मुंह का रूप भी बदल गया है. ये तेजस्वीकरण जब होता है, तब यीशु के मुंह के जो भाव है वो भी बदल गया था. ഞാൻ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമ്മുടെ സമയം തീരുകയാണല്ലോ. ഞാനത് വിശദീകരിക്കുവാൻ വേണ്ടി സമയം മാറ്റുന്നില്ല. ആമേൻ. വരാൻ പോകുന്ന ദിനങ്ങളിൽ ഞാനത് കൂടുതലായിട്ട് വിശദീകരിക്കാം.
क्योंकि अभी हमारे पास समय कम है, मैं इसमें आगे नहीं जाऊंगा, लेकिन आने वाले दिनों में इस विषयों में और मैं अध्ययन में लेके जाऊंगी। പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. स्वर्गीय पिता, इस सुंदर दिन में आपकी आवाज को सुनने के लिए हमें मदद किए, इसके लिए धन्यवाद। വിശേഷാൽ കർത്താവേ, അങ്ങയുടെ ജനത്തിന് ആമേന് ഒരു എൻകൗണ്ടറിന്റെ സീസണെ അങ്ങ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. प्रभु खासकर आपके जन को प्रभु आपकी महिमा का एक एनकाउंटर उनके जीवन में मिलने के लिए हम प्रार्थना करते हैं। അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. भाषा में Rajwal Karabayan Thora Bagishkal Borujan Asaka Turbaina Tagal Barchona Vigasko Taraja. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. यीशु मसीह के नाम से आशीष देते हुए प्रार्थना करते हैं। ആമേൻ. യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. आप सबको प्रभु बहुतायत से आशीष दे।